ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ചാപ്റ്റേഴ്സാണ്. +1ലെ ബയോളജിയാണ്. ബയോളജി വാട്ട് ഈസ് ബയോളജി? നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട് ബയോളജി എന്താണെന്നുള്ളത്. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. ബയോളജിയെ നമ്മൾ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബോട്ടണി എന്നും സുവോളജി എന്നും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോട്ടണിയാണ്. ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി എന്താണ് ബയോളജി? ബയോളജി ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസം എന്ന് പറയാൻ നമുക്കറിയാം ഒരുപാട് ഓർഗാനിസങ്ങളുണ്ട്. നമുക്കറിയാൻ പറ്റുക പേരറിയാത്തതും കാണാൻ പറ്റാത്തതുമായ ഒരുപാട് ഓർഗാനിസങ്ങൾ. അവയെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സോ ബയോളജിയെ നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, ബോട്ടണി എന്നും സുവോളജി എന്നും. ബോട്ടണി എന്നും സുവോളജി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അരിസ്റ്റോട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ട്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്, അരിസ്റ്റോട്ടിലാണ് നമ്മുടെ ബയോളജിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അരിസ്റ്റോട്ടിൽ. ആ അരിസ്റ്റോട്ടിൽ തന്നെയാണ് ഏതിൻ്റെയും ഫാദർ എന്ന് പറയുന്നത്, സുവോളജിയുടെയും ഫാദറായിട്ട് അറിയപ്പെടുന്ന ആളാണ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഈ അരിസ്റ്റോട്ടിലാണ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതിന് ഒരു അടിത്തറ പാകിയ വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ഈ അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ പിതാവെന്നും സുവോളജിയുടെ പിതാവെന്നും അറിയപ്പെടുന്നത്. ബോട്ടണിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് എന്ന സയൻറ്റിസ്റ്റാണ് ബോട്ടണിയുടെ ഫാദർ. ഇനി ബോട്ടണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ്സിനെ കുറിച്ചാണ്. സുവോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിനെ കുറിച്ചിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ബയോളജി എന്ന് പറയുന്ന വലിയൊരു വേൾഡിനെ നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു. അപ്പോൾ ബോട്ടണി ആണെങ്കിൽ നമ്മൾ അവിടെ പ്ലാന്റ്സിനെ കുറിച്ച് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ, സുവോളജി ആണെങ്കിൽ ആനിമൽസിനെ കുറിച്ച് മാത്രം. അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സിൽ ഏകദേശം 22 ചാപ്റ്റേഴ്സോളം ഉണ്ട്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 11 ചാപ്റ്റർ ബോട്ടണിയിലും 11 ചാപ്റ്റർ സുവോളജിയിലും പഠിക്കണം. ഓക്കെ, നമ്മുടെ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? അപ്പോൾ നമ്മുടെ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇൻ വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ ഈസ് ഗ്രൂപ്പിംഗ് ഓർ അറേഞ്ച്മെൻറ്റ് ഓഫ് എനിത്തിങ് ഇൻ ടു ഗ്രൂപ്പ്സ്. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ലിവിങ് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാണ്. ഏൻഷ്യൻ ടൈമിൽ ആര് ക്ലാസിഫൈ ചെയ്തു, എന്താണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ടേം കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഫാദർ ഓഫ് സുവോളജി ഓർ ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്ന അരിസ്റ്റോട്ടിലാണ് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം പ്ലാന്റ്സിനെയും ക്ലാസിഫൈ ചെയ്തു, ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തു. ഇപ്പോൾ ക്ലാസിഫിക്കേഷനിൽ സയൻറ്റിഫിക് മെത്തേഡ് ഒന്നുമല്ല, ജസ്റ്റ് അതിൻ്റെ അപ്പിയറൻസിലൂടെ മോർഫോളജി മീൻസ് എക്സ്റ്റേണൽ അപ്പിയറൻസ്. അപ്പോൾ അപ്പിയറൻസിലൂടെ കാണുന്ന കാഴ്ചയിൽ പ്ലാന്റ്സ് എന്താണോ ആനിമൽസ് എന്താണോ എന്ന് അത് തുടക്കം കുറിച്ചു, ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. പ്ലാന്റ്സിനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, വലിയ ഗ്രൂപ്പും ചെറിയ ഗ്രൂപ്പും എന്നുള്ള രീതിയിൽ. ഹെർബ്സ് എന്നും ഷ്രബ് എന്നും ട്രീസ് എന്നും പറയും. പ്ലാന്റ്സിൻ്റെ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ: ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ഹെർബ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഗ്രൂപ്പ്, കുറ്റിച്ചെടികൾ, അതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പാണ് ഷ്രബ്. അതിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിൽ വളരുന്ന, മോർഫോളജി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരാണ് ഏതിൽ വരുന്നത്? ഷ്രബിൽ വരുന്നത്. ട്രീസ് എന്ന് പറയുമ്പോൾ ഹയർ പ്ലാന്റ്സിനൊക്കെ എന്ത് പറയും? ട്രീസ് എന്ന് പറയും. ഇതാണ് അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. ഇതേപോലെ തന്നെ ആരെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദർ ബ്ലഡ് ടൈപ്പ്. അതായത് റെഡ് ബ്ലഡ് ഉള്ള ഓർഗാനിസം എന്നും നോൺ റെഡ് ബ്ലഡ് ഓർഗാനിസം എന്നും പറയും.
രണ്ട് ഗ്രൂപ്പാണ്. ബ്ലഡ് ടൈപ്പ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഒരു ഗ്രൂപ്പിന് എന്താണ് റെഡ് കളറിലാണ് ബ്ലഡ് കാണുന്നതെങ്കിലും ചില ഗ്രൂപ്പിൽ എന്താണ് റെഡ് കളറിൽ വൈറ്റ് കളറിലൊക്കെ ലോവർ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ റെഡ് കളറ് കാണില്ല, വൈറ്റ് കളറിലൊക്കെയാണ് അതിൻ്റെ എന്ത് കാണുക ബോഡി ഫ്ലൂയിഡ് കാണുക. അപ്പോൾ ആ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു അരിസ്റ്റോട്ടിൽ. ഈ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി അങ്ങോട്ട് നമ്മുടെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ ഇന്ന് കാണുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇതൊരു ബയോളജിക്കൽ ഓർ സയൻറ്റിഫിക് മെത്തേഡ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ എനിത്തിങ്. അപ്പോൾ അതിനെന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ബയോളജിക്കൽ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസങ്ങളെ സയൻറ്റിഫിക് മെത്തേഡോടുകൂടി ക്ലാസിഫൈ ചെയ്യുന്നതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഈ അരിസ്റ്റോട്ടിൽ തുടക്കം കുറിച്ചിരിക്കുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന പേരിലാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഇവിടെ ഓർഗാനിസങ്ങളെ എന്തായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? കിങ്ഡം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 2 കിങ്ഡമാണ്, 2 കിങ്ഡം. അപ്പോൾ ലിവിങ് ഓർഗാനിസങ്ങളെ 2 കിങ്ഡം എന്നുള്ള രീതിയിൽ കിങ്ഡം പ്ലാന്റേ എന്നും കിങ്ഡം ആനിമലിയ എന്നും പറയും. കിങ്ഡം പ്ലാന്റേ, ആനിമലിയ, ഇനിയാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. ഇത് കൊണ്ടുവന്നത് കാൾ ലിനേഴ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു ഗ്രീക്ക് സയൻറ്റിസ്റ്റാണ്. കാൾ ലിനേഴ്സ് എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ ബയോളജിയിൽ നിങ്ങൾ കാണുന്ന അധിക സയൻറ്റിഫിക് നെയിമുകളും ടേംസുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ പേരൊക്കെ ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ വേർഡിൽ കാണാം. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്ന പ്രകാരം എന്ത് ചെയ്യണമെന്നില്ല, ലെറ്റേഴ്സ് എഴുതണമെന്നില്ല. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ടേംസിൽ വരാം. അപ്പോൾ കാൾ ലിനിയസ് ആണ് എന്ത് കൊണ്ടുവന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അദ്ദേഹം ഈ ലിവിങ് ഓർഗാനിസങ്ങളെ 2 കിങ്ഡമായിട്ട് കൺസിഡർ ചെയ്തു. ഒന്ന് പ്ലാന്റേ എന്ന് പറയുന്നതും മറ്റൊന്ന് ആനിമലിയ എന്ന് പറയുന്നതും ആയ 2 ഗ്രൂപ്പ്. അപ്പം നോക്കാം. പ്ലാന്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പ്ലാന്റ്സിനെയുമാണ് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. ആനിമലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആനിമൽസും ഉണ്ട്. അപ്പോൾ അറിയാം പ്ലാന്റ്സ് നമുക്കറിയാം എത്രയും പ്ലാന്റ്സ് ഉണ്ട്, എത്ര ടൈപ്പുകളുണ്ട്. ഹൈറ്റ് കൂടിയതും ഹൈറ്റ് കുറഞ്ഞതും ഫ്ലവർ ഉള്ളതും സീഡ് ഉള്ളതുമായ നമുക്ക് എണ്ണിയാൽ പറ്റാത്ത അത്രയും പ്ലാന്റ്സ് ഗ്രൂപ്പുകൾ ഇത് 2ലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്തില്ല, നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അത് അവിടെ എന്ത് ചെയ്തു പോയി, നമ്മുടെ മാഞ്ഞു പോയി. അതിനുശേഷം ഇതിനെ വെച്ചുകൊണ്ട് പുതിയ പുതിയ ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവരാണ് ചെയ്തത്. ഇതിന് പക്ഷേ ഒരുപാട് മെറിറ്റ്സും ഉണ്ട്. മെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാളിനേഴ്സ് കൊണ്ടുവന്ന ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ഒരു ബേസിക്കാണ്, ക്ലാസിഫിക്കേഷൻ്റെ ബേസിക്കാണ് എന്ത് ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു വലിയൊരു ഗ്രൂപ്പിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈസി ടു സ്റ്റഡി ഓർ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ നിന്ന് കിട്ടി. പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് അതിനെന്താണ് ഗ്രൂപ്പ് ചെയ്തു എന്നുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു രീതി മാത്രമേ ഇതിനുള്ളൂ. അതാണ് ഇതിൻ്റെ മെറിറ്റ്. ഡിമെറിറ്റ്സ് എന്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. എന്താണ് പ്ലാന്റേ അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പാണ്. അവിടെ ഏത് തരം പ്ലാന്റ്സ് ആണ്, യൂണിസെല്ലുലാറാണോ മൾട്ടി സെല്ലുലാറാണോ അല്ലെങ്കിൽ പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാണോ എന്നൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. പ്രോകാരിയോട്ട് എന്താ യൂകാരിയോട്ട് എന്താന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ അവിടെ എന്താണ് യൂണിസെല്ലുലാറാണോ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാറാണോ പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടോ എന്നൊന്നും കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു പോയി, നിലനിൽപ്പില്ലാതെ പോയി. ഓക്കെ. അതിനെ വെച്ചുകൊണ്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാൾ ലിനിയസിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, ഫാദർ ഓഫ് ടാക്സോണമി എന്നാണ് പറയുക. കാൾ ലിനിയസിനെ പറയുന്ന പേരാണ് ഫാദർ ഓഫ് ടാക്സോണമി. ഇനി വാട്ട് ഈസ് ടാക്സോണമി? ടാക്സോണമി ഈസ് ഓൾസോ എ ബ്രാഞ്ച് ഓഫ് സയൻസ്. അവിടെ നമ്മൾ ഒരു ഓർഗാനിസത്തിന് 3 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. ടാക്സോണമിയിൽ ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷനാണ്. ഐഡൻറ്റിഫിക്കേഷൻ. രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോമെൻക്ലേച്ചർ, ദെൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ഓർഗാനിസത്തിന് പഠിക്കാനുള്ളത് അതിന് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഏത് ഹാബിറ്റാറ്റിലാണ്, എന്താണ് അതിൻ്റെ നാച്ചർ എന്നുള്ള രീതിയിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. നോമെൻക്ലേച്ചർ മീൻസ് നെയിമിംഗ് ഓഫ് an ഓർഗാനിസം.
അപ്പം നമ്മുടെ ഇവിടെ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ നെയിം കൊടുക്കുക. നെയിം കൊടുക്കുമ്പോൾ നമ്മൾ അത് ഏത് ഗ്രൂപ്പിലാണ് എന്താണെന്നുള്ള അതിൻ്റെ പിറകിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് നോമൻക്ലേച്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ നെയിം കൊടുക്കുന്നത്. തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് ഗ്രൂപ്പിൽ പെടുത്തണം, ഇന്നതിൽ പെടുത്താകോ പറ്റില്ലയോ എന്നുള്ളതൊക്കെ ക്ലാസിഫിക്കേഷനിൽ വരും. ഈ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ പറയുന്നത് ടാക്സോണമി എന്ന് പറയുക. ഈ ടാക്സോണമി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? കാൾ ലിനിയസ് ആണ്. ഓക്കെ, ഇതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷനും ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതും അതെന്താണ് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഡിമെറിറ്റ്സ് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രോകാരിയോട്ട് യൂകാരിയോട്ട് എന്നൊക്കെ ടേം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വേണ്ട അത് യൂണി സെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്ന് എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അതതിൻ്റെ ഒരു പോരായ്മയാണ്. രണ്ടാമത്തത് ആ ലിവിങ് ഓർഗാനിസം പ്രോകാരിയോട്ടാണോ അല്ലെങ്കിൽ യൂകാരിയോട്ടാണോ എന്നുള്ളതും പറഞ്ഞില്ല. പ്രോകാരിയോട്ടും യൂകാരിയോട്ടും. എന്താണ് പ്രോകാരിയോട്ട്? പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ല് ഏതാണോ ലിവിങ് സെല്ല് ആ സെല്ലിന് പ്രോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു ന്യൂക്ലിയസോ അല്ലെങ്കിൽ മറ്റ് ന്യൂക്ലിയർ മെംബ്രെയിനോ ഓർഗനൽസോ ഒന്നും ഇല്ലാത്ത ഓർഗാനിസങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോകാരിയോട്ട് എന്ന് പറയാം. യൂകാരിയോട്ട് എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള സെൽ മെംബ്രെയിൻ ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ടാവും. സൈറ്റോപ്ലാസത്തിൽ എല്ലാ സെൽ ഓർഗനൽസും വിത്ത് ന്യൂക്ലിയസ്. മെയിനായിട്ട് വരുന്ന ന്യൂക്ലിയസോട് കൂടിയ ഓർഗാനിസങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, യൂകാരിയോട്ട് എന്ന് പറയുക അല്ലെങ്കിൽ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയാം. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസോ സെല്ലുലാർ മെംബ്രെയിനോ മറ്റ് സെൽ ഓർഗനൽസോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ് സെൽ. ഇതും ഒരു ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ ആണ്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ എന്ത് ചെയ്യാം, പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇതൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതെന്ത് ചെയ്തത്, ഇപ്പോൾ നിലനിൽക്കാതെ പോയത്. ഓക്കെ, ഇനി അടുത്തത് ഫോട്ടോസിന്തറ്റിക് ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ എന്നുള്ളതും കൺസിഡർ ചെയ്തിട്ടില്ല. ഫോട്ടോസിന്തറ്റിക് മീൻസ് ഓട്ടോട്രോപ്പ്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ എന്ത് ചെയ്യാണ്, ഡിപ്പെൻഡ് ചെയ്യുന്നവരാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അവിടെ സപ്രസ് ചെയ്തു പോവുകയും പുതിയൊരു ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ആര്? R.H. വിട്ടേക്കർ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ്. ഓക്കെ, R.H. വിട്ടേക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷനെ നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? R.H. വിട്ടേക്കർ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഈ ലിവിങ് ഓർഗാനിസങ്ങളെ എത്രയായിട്ട് ഗ്രൂപ്പ് ചെയ്തു? 5 ആയിട്ട് ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോകാരിയോട്ടും യൂകാരിയോട്ടും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടു കിങ്ഡത്തിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ് എന്ന രീതിയിൽ ഏതിനെ പറയാം? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറയാം. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് ലിവിങ് ഓർഗാനിസം കൺസിഡർ ചെയ്തിരിക്കുന്നത് 5 ഗ്രൂപ്പായിട്ടാണ്. ഫസ്റ്റ് വൺ കിങ്ഡം മൊണീറ എന്നാണ് പറയുക, മൊണീറ. സെക്കൻഡ് വൺ പ്രോട്ടിസ്റ്റ. മൂന്നാമത്തത് ഫഞ്ചൈ. ഫോർത്ത് വൺ പ്ലാന്റേ. ഫിഫ്ത്ത് വൺ ആനിമലിയ. ഈ രണ്ട് കാര്യവും നമ്മൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു അല്ലേ. അവിടെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒന്ന് പ്ലാന്റേ എന്ന് പറയുന്ന കിങ്ഡവും അല്ലെങ്കിൽ ഒന്ന് ആനിമലിയ എന്ന് പറയുന്ന കിങ്ഡവുമാണ് പറഞ്ഞത്. ഈ 3 ആൾക്കാരാണ് അഡീഷണൽ ആയിട്ട് ഏത് വന്നത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വന്നത്. ഈ ആൾക്കാരെയാണ് നമ്മൾ യൂകാരിയോട്ടാണോ പ്രോകാരിയോട്ടാണോ യൂണി സെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്നൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, കൺസിഡർ ചെയ്തിരിക്കുക. അപ്പോൾ കുറച്ചും കൂടെ എന്ത് ചെയ്തു, ഇതിലും വരുന്ന ആൾക്കാരുണ്ട്, ഈ പ്ലാന്റയിൽ തന്നെ വരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ പരിഗണിച്ചുകൊണ്ട് 5 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു R.H. വിട്ടേക്കർ എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയൊരു ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, വിട്ടേക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇതിനും ഒരുപാട് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. മെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏൻഷ്യൻ ടൈമിൽ ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഇവിടെ കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഗാനിസങ്ങളെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അവരുടെ ഇവല്യൂഷണറി ഹിസ്റ്ററി വെച്ചുകൊണ്ട്.
എവല്യൂഷണറി ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണീറ ഇവിടെ ഒരു അസെൻഡിങ് ഓർഡർ എന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണീറ എന്ന് പറയുന്നത് ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഏറ്റവും യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണെന്നും അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടാണ് ആര് വരുന്നത്, പ്രോട്ടിസ്റ്റ് വരുന്നതും അതിലും കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജിൽ ഫഞ്ചൈ വരുന്നതും അതിനേക്കാളും അങ്ങനെ എന്താണ് ഒരു അസെൻഡിങ് എന്ന രീതിയിൽ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തതാണ് എന്ത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതാണ് ഇതിൻ്റെ മെയിൻ മെറിറ്റ്. ഇവിടെയും ഡീമെറിറ്റ്സ് ഉണ്ട്. ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ 100% നമുക്ക് എന്തല്ല ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് മുന്നേ ഒരുപാട് കാലം മുന്നേ കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷനാണ്. ഇപ്പം നമ്മൾ ഒരു ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്നോളജിയൊക്കെ അത്രയും ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ അത്രയും മൈന്യൂട്ടായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ ഒക്കെ ചിലപ്പോൾ എന്തുകൊണ്ട് അതിൽ പെടുത്തി, അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഇതിൽ പെടില്ല, ഇതിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് സംശയങ്ങൾ വരാം. പക്ഷേങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ എന്തല്ല 100% ട്രൂ അല്ല. ഇതിങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അന്ന് ആ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആർഎച്ച് വിറ്റേക്കറാണ്. ഓക്കെ, ഇതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്നുള്ളത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വരുന്ന ആൾക്കാരാണ് മൊണീറ. മൊണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെയാണ് എന്ത് പറയുക, മൊണീറ എന്ന് പറയാം. പ്രിമിറ്റീവായിട്ടുള്ള ലോവർ ഗ്രൂപ്പ്. പ്രോകാരിയോട്ട് ആകുമ്പോൾ എന്താണ്, അതിന് വ്യക്തമായ ന്യൂക്ലിയസോ സെല്ലുലാർ മെംബ്രെയിനോ ഒന്നും ഉണ്ടാവില്ല. അവരെയാണ് മൊണീറ എന്ന് പറയാം. സെക്കൻഡ് വണ്ണായ പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ എന്താണ്, പ്രോകാരിയോട്ടാണ്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടിസ്റ്റയെ കുറിച്ച് പഠിക്കുന്നത് ലോക്കോമോട്ടറി ഓർഗൻസ് ഒക്കെ പ്രോട്ടിസ്റ്റയിൽ പ്രസൻ്റ് ആയിരിക്കും. ലോക്കോമോഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം, അതിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഫുഡ് ക്യാപ്ചർ ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീപ്രൊഡക്ഷൻ നടത്താനൊക്കെ ആവശ്യമായ രീതിയിൽ അതിനെന്താണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെങ്കിൽ ലോക്കോമോട്ടറി ഓർഗൻസ് ഒക്കെ പ്രസൻ്റ് ആയവരാണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. യൂകാരിയോട്ടാണ്. ഒരു മൾട്ടി സെല്ലുലാറുണ്ട്, യൂണിസെല്ലുലാറുണ്ട്. ദെൻ തേർഡ് വൺ ഫഞ്ചൈ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താണ്, ഫഞ്ചൈ എന്ന് പറയുന്ന ഗ്രൂപ്പ് മൂന്നാമത്തെ ഗ്രൂപ്പ് കുറച്ചും കൂടി അഡ്വാൻസ് ആണ്. ഇവർ ഇംപെർഫെക്റ്റ് ഗ്രൂപ്പുകളാണ്. ചിലപ്പോൾ ഇതെന്തായിരിക്കും, സാപ്രോഫൈറ്റ് ആയിരിക്കും, ഓട്ടോട്രോപ്പിക്. ചില സമയത്ത് അത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും, ഓട്ടോട്രോഫിക് ആയിരിക്കും. ചില സമയം അത് ഹെറ്ററോട്രോപ്പാണ്, ചില സമയം അതും എന്തായിരിക്കും, സാപ്രോഫൈറ്റ്. ഇങ്ങനെ 3 രീതിയിലൊക്കെ ആക്ട് ചെയ്യുന്നവരാണ് ഫഞ്ചൈ. ഇതിൽ ഓരോന്നും എക്സാമ്പിളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് മൊണീറയും പ്രോട്ടിസ്റ്റയും ഫഞ്ചൈയൊക്കെ ഏതൊക്കെയാണ്, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, ആരൊക്കെയാണ് ഇതിന് വരുന്ന എക്സാമ്പിൾസ് എന്നുള്ളത്. നാലാമത്തെ ആൾക്കാരാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, പ്ലാന്റേ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ പ്ലാന്റേയെക്കുറിച്ച് നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ചാപ്റ്റർ. അവിടെ എല്ലാ പ്ലാന്റ്സിനെയും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മൊണീറയിൽ വന്ന ആൾക്കാരുണ്ടാവാം, പ്രോട്ടിസ്റ്റയിൽ വന്നവരുണ്ടാവാം, ഫഞ്ചൈയിലുള്ളവരുണ്ടാവാം, ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പ്ലാന്റ്സ് മൊത്തം ആ ഒരു പ്ലാന്റ്സിനെ കുറിച്ചിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് എന്ത്, പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റേഴ്സ്. ഇവിടെ പ്ലാന്റ്സിനൊരു പ്രത്യേകതയുണ്ട്, ഓട്ടോട്രോപ്പിക്കാണ് അല്ലേ. ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത പ്ലാന്റ്സിൻ്റെ സെല്ലിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റിൻ്റെ പ്രസൻസിൽ അതെന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഈ ഫുഡാണ് ആര് സ്വീകരിക്കുന്നത്, ഹെറ്ററോട്രോപ്പായിട്ടുള്ള ഓർഗാനിസങ്ങൾ സ്വീകരിക്കാം. അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സ്, ആ പ്ലാന്റ്സിനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റിൻ. ഏത് തരമൊക്കെ പ്ലാന്റ്സ് ഉണ്ട് ലോവർ. നമ്മൾ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടിലിന് പറഞ്ഞു അല്ലേ. പ്ലാന്റ്സിന് 3 അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹെർബ്സ് എന്നും ട്രീസ് എന്നും ഷ്രബ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് പ്ലാന്റ്സിനെയും പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിനെയും പിന്നെയും ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ തന്നെ പഠിക്കും. ഇവിടെ പ്ലാന്റ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഓർത്ത് വെക്കുക. പ്ലാന്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് പ്രസൻ്റായ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലാന്റ് സെൽ എന്ന് പറയും. ഈ ക്ലോറോഫില്ലിൻ്റെ പ്രസൻസോട് കൂടിയാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിൻ്റെയൊക്കെ സഹായത്തിൽ, സൺലൈറ്റിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ സഹായത്തിൽ എന്ത് ചെയ്യും, പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അതിനൊരു പേരും കൂടെ ഉണ്ട്, ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുക.
ഫോട്ടോസിന്തസിസ് എന്താണെന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. പ്രകാശ സംശ്ലേഷണം, പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഇലയിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അതിനെയാണ് എന്ത് പറയുക, ഫോട്ടോസിന്തസിസ് എന്ന് പറയുക. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ കഴിവുള്ളവരാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതെന്തിൻ്റെ പ്രസൻസിലാണ്? പ്ലാന്റ്സിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ പ്രസൻസിലാണ്. ഓക്കെ, ഇനി ഈ പ്ലാന്റ്സിൽ തന്നെ ചില ഫീച്ചേഴ്സുകളുണ്ട്. ചില പ്ലാന്റ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പാരസൈറ്റ് ആയിരിക്കും. ഫുഡ് പ്രിപ്പയർ ചെയ്യുമെങ്കിലൊക്കെ എന്താ മറ്റുള്ള ആവശ്യങ്ങൾ, ഷെൽട്ടറിന് വേണ്ടിയിട്ടൊക്കെ അതെന്ത് ചെയ്യും, മറ്റ് ഓർഗാനിസങ്ങളെ, പ്ലാന്റ്സിനെ തന്നെ എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. അതിനെയാണ് നമ്മൾ പാരസൈറ്റ് എന്ന് പറയാം. പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റിനെ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് പാരസൈറ്റ് എന്ന് പറയും. പാരസൈറ്റിക് ആണെങ്കിലും അതെന്താണ്, ഫോട്ടോസിന്തസിസ് നടത്തുന്നവരാണ്. ഓക്കെ, ഇനി ചില പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ്, യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ഫിക്സേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സയനോബാക്ടീരിയ പോലെയുള്ള, സയനോബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാക്ടീരിയ ആനിമൽ ഗ്രൂപ്പിലല്ലേ എന്നുള്ള ചോദ്യം വരാം. അപ്പോൾ അതിൽ ഈ ക്ലോറോഫിൽ കണ്ടൻറ്റൊക്കെ പ്രസൻ്റ് ആയതുകൊണ്ട് അതിനെ ഈ ഗ്രൂപ്പിലും പെടുത്തിയിട്ടുണ്ട്. സയനോബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് നൈട്രജൻ ഫിക്സേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. നമ്മൾ പഠിക്കും ആൽഗെ എന്ന് പറയാം. പ്ലാന്റ്സിൽ വരുന്ന ലോവർ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, ആൽഗെ എന്ന് പറയാം. ഈ ആൽഗയിൽ ആരുണ്ട്, നോസ്റ്റോക്ക് പോലെയുള്ള ചില ഓർഗാനിസങ്ങളുണ്ട്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും, അറ്റ്മോസ്ഫിയറിൽ നിന്നും നൈട്രജന് ഫിക്സ് ചെയ്തുകൊണ്ട് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗാനിസമൊക്കെ ഏതിൽ വരുന്നുണ്ട്, പ്ലാന്റ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല, അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഇനി 5ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആനിമലിയ ആണ്. ആനിമലിയ ഇവിടെയും എല്ലാ ആനിമൽസിനെയും അല്ലേ, ആനിമൽസിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് അരിസ്റ്റോട്ടിൽ റെഡ് ബ്ലഡ് ആണോ അല്ലെങ്കിൽ നോൺ റെഡ് ബ്ലഡ് ആണോ എന്നുള്ളത് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരും. അവിടെ എന്തല്ല, ആ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് അതിനെ കൂടുതലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനോ സ്റ്റഡി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ആനിമലിയ എന്ന് പറയുന്നത് പിന്നെയും ആനിമൽസിനെ എന്ത് ചെയ്തു, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആക്കിയിട്ട്, ഫൈലങ്ങളാക്കിയിട്ട്, ഓർഡർ ആക്കിയിട്ട് എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ വരുന്നതാണ് ആനിമലിയയിൽ വരുന്ന ആൾക്കാരെന്നുള്ളതും അതിന് സ്പെസിഫിക് ആയിട്ട് ഇന്ന ഫീച്ചേഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ലോവർ ഗ്രൂപ്പിനെ ഫസ്റ്റ് പഠിക്കും, അതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ ഫൈലം എന്നാണ് പറയാം. ആനിമൽസിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ഫൈല ആയിട്ട് അല്ലെങ്കിൽ ഫൈലമായിട്ട് ക്ലാസിഫൈ ചെയ്തതെന്ന് പറയാം. ഈ ഓരോ ഫൈലംസും അതിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾ സുവോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് പഠിക്കും, കിങ്ഡം ആനിമലിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ 3 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ 3 ആൾക്കാരെ, രണ്ടാമത് വരുന്ന പ്ലാന്റേയും ആനിമലെയും നമ്മൾ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുകൊണ്ട് പുതിയ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കും. അപ്പോൾ മുണീറ എന്ന് പറയുന്ന ഫസ്റ്റ് ഗ്രൂപ്പ്, മുണീറ എന്താണ്, മുണീറ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, എന്താണ് മുണീറയിൽ വരുന്ന അതിൻ്റെ ഫീച്ചേഴ്സുകൾ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പായ മുണീറയെക്കുറിച്ച് നോക്കാം. മുണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവരെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും കാണാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് മുണീറ. യൂണി സെല്ലുലാർ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, യൂണി സെല്ലുലാർ ആണ്, മൈക്രോസ്കോപ്പിക് ആണ്, അതുപോലെ തന്നെ പ്രോകാരിയോട്ടുമാണ്. ഓക്കെ, ഇതാണ് മുണീറ എന്ന് പറയുന്ന ഗ്രൂപ്പ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് ഓർഗാനിസങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മുണീറ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മുണീറയെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പിന്നെന്താ പറയുക, ഡിസേർട്ട് ഏരിയയിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ മാർഷി പ്ലേസിൽ കാണാൻ പറ്റും, ടെമ്പറേച്ചർ കൂടിയ ഏരിയയിൽ കാണാൻ പറ്റും, സാൾട്ടി ഏരിയയിൽ കാണാൻ പറ്റും, റെയിനി സീസണിലൊക്കെ കാണാൻ പറ്റുന്ന ഒരാൾക്കാരാണ് എന്ത്, മുണീറാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെല്ല് കമ്പോസ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീനും ലിപ്പിഡും ഒക്കെ പോലെയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് മുണീറയുടെ സെൽ വോള് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി മുണീറയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
എന്തിനനുസരിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാബിറ്റാറ്റിനനുസരിച്ച്, കാണുന്ന സ്ഥലത്തിനനുസരിച്ച്. ഇവർ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും കാണുന്നവരാണ് മൊണീറ. മാർഷി പ്ലേസിലും സാൾട്ടി ഏരിയയിലും ടെമ്പറേച്ചർ ട്രീറ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആരെ കാണാൻ പറ്റും? മൊണീറയെ കാണാൻ പറ്റും. അതിനനുസരിച്ചിട്ട് കിങ്ഡം മൊണീറ എന്ത് ചെയ്തു? പിന്നെയും ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടും എല്ലാ രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൊണീറയെക്കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. മൊണീറയിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ കിങ്ഡം ഏത് കിങ്ഡം ആയിക്കഴിഞ്ഞാൽ ഏത് ഓർഗാനിസങ്ങളാണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ക്രൈറ്റീരിയസ് ഉണ്ട് ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് വെച്ച് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഹൈറ്റ് വെച്ച് ക്ലാസിഫൈ ചെയ്യാം, റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് വിട്ടേക്കർ എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് അതിൻ്റെ റീപ്രൊഡക്ഷൻ ബേസ് ചെയ്ത് ഇന്ന രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്ത ഓർഗാനിസങ്ങളെ ഒരു ഗ്രൂപ്പാക്കി തിരിച്ചു, അല്ലെങ്കിൽ ന്യൂട്രീഷനെ വെച്ചിട്ട് കുറേ ഓർഗാനിസങ്ങൾ ക്ലാസിഫൈ ചെയ്ത് ഒരു ഗ്രൂപ്പാക്കി തിരിച്ചു. അതൊക്കെയാണ് ഏതിൽ വരുന്നത്? നമ്മുടെ മൊണീറയിലും പ്രോട്ടിസ്റ്റയിലും ഫഞ്ചയിലും ഒക്കെ വരുന്നത്. ഓക്കെ, മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണീറയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ആയിട്ടാണ്. ഒന്ന് ആർക്കി ബാക്ടീരിയ എന്ന് പറയും. എന്താണ്? ആർക്കി ബാക്ടീരിയ. സെക്കൻഡ് വൺ യൂബാക്ടീരിയ. തേർഡ് വൺ മൈക്കോപ്ലാസ്മ. ആർക്കി ബാക്ടീരിയ എന്നും യൂബാക്ടീരിയ എന്നും മൈക്കോപ്ലാസ്മ എന്നുമാണ് ആരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മൊണീറയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആർക്കി ബാക്ടീരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് മൊണീറയുടെ ഹാബിറ്റാറ്റിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനും, യൂബാക്ടീരിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടും ഷേപ്പിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടും ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് യൂബാക്ടീരിയ പഠിക്കുന്നത്. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. എന്താണ് മൈക്കോപ്ലാസ്മ, അത് ഏത് രീതിയിലാണ് അതിൻ്റെ നാച്ചർ എന്നുള്ളത് മാത്രമാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പായ ആർക്കി ബാക്ടീരിയയെ കുറിച്ച് പഠിക്കാം. ആർക്കി ബാക്ടീരിയ എന്താണെന്നുള്ളതും അതിൻ്റെ ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്നുള്ളതും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.